ഭാരതാംബ വിവാദം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടുള്ളതെന്ന് കെ സുരേന്ദ്രൻ. കാവ്യയോടുള്ള വിരോധം പച്ചയെ കൂടുതൽ പുണരാനെന്നും ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതാംബ സങ്കല്പം രാജ്യത്തുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഭാരതാംബയെ രാജ്ഭവനിൽ വെക്കാൻ പാടില്ല എന്ന് മന്ത്രിമാർക്ക് പറയാൻ കഴിയില്ലെന്നും 2-3 വർഷം കഴിയുമ്പോൾ ക്ലിഫ് ഹൌസിലും ഭാരതാംബ കാണുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഭാരതാംബയോടുള്ള എതിർപ്പ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയാണ്. കാരണം ഭാരതാംബയെയും കാവിക്കൊടിയെയും എതിർത്താൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു വിഭാഗം ആളുകളുടെ വോട്ട് മുഴുവൻ പെട്ടിയിലാക്കാം എന്നുള്ള വ്യാമോഹമാണ് LDF മന്ത്രിമാർക്കും CPM നേതാക്കൾക്കും ഇപ്പോഴുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതാംബ സങ്കല്പമുണ്ട് ഈ രാജ്യത്ത്. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ രാജ്യം അതിന്റെ അടയാളമായി കാവിക്കൊടിയാണ് ഉയർത്തുന്നത്. കാവിക്കൊടിയും ഭാരതാംബയും രാജ്ഭവനിൽ വെക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരധികാരവും സംസ്ഥാന ഗവൺമെന്റിനോ ഇവിടുത്തെ മന്ത്രിമാർക്കോ ഇല്ല. 2-3 വർഷം കഴിയുമ്പോൾ നമ്മുടെ ക്ലിഫ് ഹൌസിലും, രാജ്ഭവനിലും മാത്രമല്ല, നമ്മുടെ ക്ലിഫ് ഹൌസിലും ഭാരതാംബയും കാവിക്കൊടിയും ഉയർന്നു നിൽക്കും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട.